ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഒരു നല്ല ഇടവേള എടുത്തതിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോയുമായി വരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്ന് പലരും സ്നേഹത്തോടെ അന്വേഷിച്ചവർക്കെല്ലാം എൻ്റെ സ്നേഹാർദ്രമായ നന്ദി അറിയിക്കുകയാണ്. മടി തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇടാതിരുന്നത്. ഇപ്പം ഇടണം എന്ന് തോന്നി. കാരണം നമ്മളെല്ലാവരും മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച മദേഴ്സ് ഡേ എന്ന ഒരു ദിവസം ആഘോഷിച്ചോ ഇല്ലയോ എന്നെനിക്കറിയില്ല. എങ്കിലും പലരും അമ്മയെ ഓർക്കും. അമ്മയെ ഓർക്കാനുള്ള ഒരു സുദിനം തന്നെയാണ് ഈ മാതൃദിനം എന്ന് പറയുന്നത്. അമ്മ എന്നത് മദർ ഈസ് ലവ് ഓൺ എർത്ത് എന്നാണ്. അതിന് പകരം വെക്കാൻ നത്തിങ് ഈസ് ദർ ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ മദേഴ്സ് ലവ് എന്നാണ് പറയുന്നത്. പകരം വെക്കാനോ പകരമായി പറയാനോ ഒരിക്കലും എവിടെയും എങ്ങനെ നോക്കിയാലും പറ്റാത്തൊരു സ്നേഹം തന്നെയാണ് മാതൃസ്നേഹം. ആ മാതൃസ്നേഹം ഇപ്പോൾ എല്ലാവരിലും ഉണ്ടോ എന്ന് നമ്മൾ ചികഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. കാരണം മൊറാലിറ്റി, സദാചാരം എന്ന ഒരു ബോധം ഇപ്പോൾ ആരിലും ഇല്ല എന്ന് തന്നെ പറയാം. മൊറാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ കുട്ടികളോട് പറഞ്ഞാൽ മണ്ണാങ്കട്ട എന്ന് പറയുന്ന കാലഘട്ടം. ഈ മണ്ണാങ്കട്ട എന്ന് പറയുന്നത് വെള്ളം വീണാൽ അലിഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മളുടെ മൊറാലിറ്റിയും അലിഞ്ഞുപോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മളാരും അതിലേക്ക് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ വേണം, എനിക്കൊരു കുഞ്ഞിനെ വേണം, വളർത്തി വലുതാക്കി സമൂഹത്തിലേക്ക് നല്ലതാക്കി വിടാൻ ഒരു കുഞ്ഞിനെ വേണം എന്ന ബോധത്തോടുകൂടി, വളർത്തണം എന്ന ബോധത്തോടുകൂടി പ്രസവിക്കുന്ന അമ്മമാർ പലരും കുറവാണിപ്പോൾ. കാരണം മൊറാലിറ്റി ഇല്ല. എന്നാൽ പ്രസവിച്ചതുകൊണ്ട് വളർത്തുന്നു എന്ന് മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ് പലരും. അത് നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൊറാലിറ്റി മണ്ണാങ്കട്ടയായി മാറിയാൽ പിന്നെ ഒന്നും പറയാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ഇടുകയാണ്. അമ്മ എന്ന വാക്ക് നമ്മുടെ ഇംഗ്ലീഷിൽ പ്രഷ്യസ് എന്നൊരു വാക്കുണ്ട്. അതിനൊരുപാട് അർത്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് കേൾക്കാനും സുഖിക്കാനും ആനന്ദിക്കാനും അനുഭവിക്കാനും ഒക്കെ ഒരുപാട് അർത്ഥങ്ങളുള്ള, അത് ഉച്ചരിക്കാൻ പോലും മനോഹാരിതയുള്ളൊരു വാക്കാണ് പ്രഷ്യസ് എന്നുള്ളത്. ആ ഒരു പ്രഷ്യസ് എന്ന അനുഭൂതി ഏതൊരു മനുഷ്യനായാലും കിട്ടുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അത് ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയുടെ ചാരത്ത് കുഞ്ഞിനെ ഇങ്ങനെ കിടത്തി അമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോൾ അമ്മയിലൊരു വികാരമുണ്ട്. സ്നേഹാർദ്രമായ വികാരം, അമൂല്യമായ വികാരം, അതുല്യമായ ഒരു വികാരം, സ്നേഹം, വാത്സല്യം, ഇതെല്ലാം ചേർത്ത് അമ്മ ഇങ്ങനെ ആ കുഞ്ഞിനെ പിടിക്കുമ്പോൾ ആ കുഞ്ഞിന് കിട്ടുന്ന അനുഭൂതി, ജീവിതത്തിൽ ആ കുട്ടിക്ക് എന്തെല്ലാം കിട്ടണമോ അതെല്ലാം അമ്മയുടെ ആ ആ പ്രഷ്യസ് പിടിയിലൂടെ, ആ പ്രഷ്യസ് നിമിഷം എന്ന് പറയുന്നത് അതാണ്. അമ്മയും കുഞ്ഞും ചേർന്നിങ്ങനെ കിടക്കുമ്പോൾ അമ്മയിലൂടെ കുഞ്ഞിലേക്ക് പകരുന്ന ആ നിമിഷമാണ് പ്രഷ്യസ് നിമിഷം. അതിലൂടെയാണ് ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും വിലപ്പെട്ട നിമിഷങ്ങളും ഒക്കെ ഒരു മനുഷ്യന് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അമ്മയാണ് ഭൂമിയിൽ ഏറ്റവും സ്നേഹമുള്ള ഒരു പ്രതീകം, അമ്മ തന്നെയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ഒരനുഭവം എനിക്ക് വല്ലാത്തൊരു വേദനിക്കുന്ന സുഖാനുഭവം എനിക്ക് ഈ മദേഴ്സ് ഡേയിൽ കിട്ടിയത് കൊണ്ട് നിങ്ങളിലേക്ക് അതൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കും എൻ്റെ മകൾ ഈ മദേഴ്സ് ഡേയിൽ ഒരു സമ്മാനം തന്നു. കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ, കോവളം വരെ പോയി വരാനുള്ള ഒരു യാത്രയാണ് അവൾ എനിക്ക് തന്ന സൗഭാഗ്യം, സൗന്ദര്യം, സുഖം. ഞാനും പോയി, ബസ് കയറി പോയി. അങ്ങനെ പോയി. നല്ല കംഫർട്ടബിൾ ജേണി ആയിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. കൊച്ചുമക്കളും വലിയ ആളുകളും പ്രായം ചെന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ മകൾ എനിക്ക് തന്ന ആ സൗഭാഗ്യത്തെ ആസ്വദിക്കാൻ ഞാനും പോയി. അങ്ങനെ ബസ്സിൽ കയറിയിരുന്നപ്പോൾ എൻ്റെ അടുത്ത സീറ്റിൽ, സത്യത്തിൽ എനിക്കത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെല്ലാം അതറിയണം. ഒരു മാതൃസ്നേഹത്തിൻ്റെ, ഒരു വാത്സല്യത്തിൻ്റെ ഒരു അഭൗമമായ ശോഭ അവിടെ എനിക്ക് കാണാൻ പറ്റി. ഒരമ്മയും ഒരു മോനും. മോൻ എന്ന് പറയുന്നത് ഒരു ഓട്ടിസം പിടിച്ച കുട്ടിയാണ്.
9 വയസ്സുള്ള കുട്ടി, പക്ഷേ കണ്ടാൽ വെറും ഒരു 3 വയസ്സിൻ്റെ പ്രായം മാത്രം തോന്നിക്കുന്ന ഒരു കുട്ടി. ആ അമ്മയുടെ ആ വാത്സല്യത്തിനു മുമ്പിൽ ഞാൻ ആദ്യം ഒന്ന് പ്രണമിക്കട്ടെ. അതാണ് അമ്മ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു പാട്ട് കേട്ടിട്ടില്ലേ, പിച്ച പിച്ച വെച്ചു നടക്കും കൺമണിയേ, എന്നുടെ കണ്ണിലെ കൃഷ്ണമണി നീയേ, എന്നുടെ കണ്ണിലെ കൃഷ്ണമണി നീയേ. സത്യം അതായിരുന്നു. ആ അമ്മയുടെ കണ്ണിലെ കൃഷ്ണമണി തന്നെ ആയിരുന്നു ആ കുഞ്ഞുമോൻ. എല്ലാവരും പാട്ടുപാടിയും ആനന്ദിച്ചും ആഹ്ലാദിച്ചും അങ്ങനെ യാത്ര നല്ലതുപോലെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ അമ്മ ആ കുഞ്ഞിനെ എത്രമാത്രം പരിചരിക്കുന്നു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല. ഓരോ നിമിഷവും ആ കുഞ്ഞിൻ്റെ ചലനങ്ങളെല്ലാം നിരീക്ഷിച്ചും നിരീക്ഷിച്ചും ആ അമ്മ ആ സീറ്റിലിരിക്കായിരുന്നു. കുഞ്ഞിനെ നടക്കാൻ പറ്റും എന്നല്ലാതെ ആ കുട്ടിക്ക് ഒരു 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 കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു സ്വഭാവം. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയുന്നതേ ഇല്ല. ആ കുട്ടി എന്തൊക്കെയോ സീറ്റിലിരുന്ന് കാണിക്കുന്നു. ചിലപ്പോൾ അവൻ സീറ്റിൽ നിന്ന് വീണു പോകുന്നു, ഇരിക്കുന്നു, അങ്ങനെ എന്തെല്ലാമോ. ആ 9 വയസ്സ് കുട്ടിയാണ്. 9 വയസ്സിൻ്റെ പ്രായമില്ലെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം. നല്ലൊരു മുഖമുള്ള നല്ലൊരു സുന്ദരനായ കുട്ടി. അവൻ കൈവിരൽ വായിലിടുന്നു, ചെവിയുടെ മുമ്പിൽ തടവുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ ഒരു പ്രാരബ്ധം തോന്നാതെ ആ കുഞ്ഞിനെ അങ്ങ് സ്നേഹിക്കുകയാണ്. എല്ലാവരും കൈയൊട്ടി പാടുമ്പോൾ ആ അമ്മ കുഞ്ഞിനെ കൈയും കൊട്ടി പാടിപ്പിക്കുകയാണ്. ആ അമ്മ മൊബൈലിൽ പാട്ട് വെച്ച് ആ കുഞ്ഞിനെ ആസ്വദിപ്പിക്കുകയാണ്. അവൻ ആഹാരം കൊടുക്കുകയാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ആ അമ്മ ആ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനെ വിളിച്ച് കാര്യങ്ങളിനെല്ലാം, മോൻ്റെ കാര്യങ്ങളാണ് എല്ലാം ഇങ്ങനെ പറയുന്നത്. അതായി ഇതായി ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നു. പക്ഷേ കുട്ടിയിൽ ഒരു പ്രതികരണവും അവർക്ക് കിട്ടുന്നതേ ഇല്ല. പക്ഷേ എങ്കിലും അവർ ഒരു മടുപ്പില്ലാതെ ഒരു വെറുപ്പുമില്ലാതെ ആ കുഞ്ഞിനെ അങ്ങനെ വാത്സല്യത്തോടെ തലോടി ഇങ്ങനെ നോക്കി കാണുകയാണ്. യാത്രയിൽ അവർ ആരെയും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ മകനെ മാത്രം അവന് കുടിക്കാൻ കൊടുക്കണു. എന്തെല്ലാം ചെയ്യാമോ, ഒരമ്മയ്ക്ക് എന്തെല്ലാം ചെയ്യാമോ എന്ന് ഒരു പരിമിതികൾ അവിടെ അമ്മ കാണിച്ചതേ ഇല്ല. സത്യത്തിൽ അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ, ഒരു വൈകല്യമുള്ളൊരു കുഞ്ഞിനെ ഒരു ദിവസം മുഴുവൻ കാണാൻ എനിക്ക് പറ്റിയതിൽ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയും അമ്മമാർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റിയ ഒരു നിമിഷം. എനിക്ക് കുഞ്ഞിനെ വളർത്തി വലുതാക്കി സമൂഹത്തിലേക്ക് നല്ലതാക്കി വിടണം എന്ന ഒരു ബോധത്തോടെ തന്നെ ആ അമ്മ വളർത്തുന്നു. അവർ പറയുന്നു, രാവിലെ ആയാൽ ഇവന് വേണ്ടി ചെയ്യാൻ മാത്രമേ എനിക്ക് സമയമുള്ളൂ. ഓരോ തരത്തിലുള്ള തെറാപ്പി ചെയ്യണം, സ്കൂളിൽ വിടണം, ഇവൻ്റെ സമയത്തുള്ള ആഹാരം എത്തിച്ചു കൊടുക്കണം. ഇതെല്ലാമായി അമ്മ ഒരുപാട് പാടുകയാണ്. വേറൊരു കുഞ്ഞ് എന്ന ബോധം അവരുടെ മനസ്സിൽ ഇല്ല. ഇവനെ വളർത്തിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഇവനെ വളർത്തി നല്ലവനാക്കുക എന്നതാണ് ഇനി എൻ്റെ ധർമ്മം എന്ന് ആ അമ്മ അങ്ങനെ പറയുന്നു. അങ്ങനെ എല്ലാവരും കോവളത്തെത്തി കഴിയുമ്പോൾ എല്ലാവർക്കും കടലിൽ കുളിക്കണം. ആ അമ്മയും ആ മകനെ കുളിക്കേണ്ട ഡ്രസ്സെല്ലാം ധരിപ്പിച്ച് നാപ്കിനെല്ലാം കെട്ടി ഭംഗിയായി വൃത്തിയായി അമ്മയും മകനും കുളിക്കാൻ പോയി. അമ്മ കുഞ്ഞിനെ തൊട്ടിലാട്ടും പോലെ വെള്ളത്തിൽ കിടത്തി തൊട്ടിലാട്ടി. കാണുമ്പോൾ സത്യത്തിൽ നമ്മളെല്ലാം ഒന്ന് ആലോചിക്കണം. അവിടെയാണ് മാതൃസ്നേഹം. മദർ ഈസ് ലവ് എന്ന വാക്കിൻ്റെ അർത്ഥം ആ അമ്മ അവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ആ കുഞ്ഞിനെ തൊട്ടിലാട്ടി, വെള്ളത്തിൽ കിടത്തി തൊട്ടിലാട്ടി, പാടി ഉറക്കി പലതരത്തിലുള്ള കോമാളിത്തരങ്ങളും കളിച്ച് അവനെ രസിപ്പിക്കുന്നു. പക്ഷേ അവന് ആ രസങ്ങളൊന്നും ആസ്വദിക്കാനുള്ള ഒരു ഭാവമോ ഒരു മനസാന്നിധ്യമോ ഇല്ല. അവനേതോ ലോകത്തിങ്ങനെ ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ പോലെ അങ്ങനെ പെരുമാറും. പക്ഷേ അമ്മ അവിടെ പതറുന്നില്ല, നിരാശ കാണിക്കുന്നില്ല, വെറുപ്പ് കാണിക്കുന്നില്ല. എൻ്റെ മകനെ ഞാൻ വളർത്തി സമൂഹത്തിലേക്ക് നല്ലതാക്കി വിടുമെന്നൊരു ബോധം ആ അമ്മ വളർത്തി ഓരോ നിമിഷവും വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ചു. വൈകുന്നേരത്തെ ചായയെല്ലാം കുടിച്ചു. നമ്മളെല്ലാം തിരിച്ച് പിന്നെയും ബസ്സിൽ കയറിയപ്പോൾ ആ കുഞ്ഞിന് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൻ ഒരു ദേഷ്യം പ്രകടിപ്പിച്ചു. അമ്മ ഉടനെ ഫോൺ എടുക്കുന്നു, കുട്ടിയുടെ അച്ഛനെ വിളിക്കുന്നു, പറയുന്നു നമ്മളെ മകൻ ഒരുപാട് മാറിയെന്ന്. സത്യം, ആ കണ്ണിൻ്റെ തീക്ഷ്ണത,
കണ്ണിലെ ഒരു സുഖം, ആനന്ദം. നമ്മുടെ മകൻ വളരെ മാറിയിരിക്കുന്നു. ഒരു ദേഷ്യം കാണിച്ചപ്പോൾ ആ അമ്മ പറയുകയാണ്, ആ അമ്മയ്ക്കൊരു പ്രണാമം, ഒരു ട്രിബ്യൂട്ട് കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും അമ്മമാരാകണം. വളർത്തി വലുതാക്കാൻ വേണ്ടി തന്നെ മക്കളെ വളർത്തണം. അല്ലാതെ പ്രസവിച്ചു പോയതുകൊണ്ട് വളർത്താനോ കൊല്ലാനോ തല്ലാനോ ഉള്ള ഒരു ഭാഗ്യദോഷവും നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം വല്ലാതങ്ങ് വികൃതമാകും. നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഓരോ അമ്മയും ചിന്തിക്കണം, എൻ്റെ കുട്ടികളെ നല്ലതുപോലെ തന്നെ വളർത്തി വലുതാക്കി പ്രാപ്തരാക്കി വിടണം എന്ന്. അബദ്ധങ്ങൾ പറ്റിപ്പോയി അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ വെറുതെ കൊന്നുകളയാമെന്നോ പാഴാക്കി കളയാമെന്നോ തോന്നുന്ന ഒരു വ്യവസ്ഥ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മളുടെ മൊറാലിറ്റി എന്ന ഒരു വ്യവസ്ഥയെ മുറുകെ പിടിക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ, കൾച്ചർ ഈസ് ഇൻബോൺ, ഫാഷൻ ഈസ് മാൻ മെയ്ഡ്. ഏത് മനുഷ്യനും ഫാഷനായി എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നടക്കാം. പക്ഷേ സംസ്കാരം എന്നൊരു വാക്കുണ്ട്. സംസ്കാരം മനുഷ്യനിൽ ജന്മനാ കിട്ടുന്ന ഒരു ഭാവമാണ്. ആ ഭാവത്തെ വളർത്തിയെടുത്ത് വലുതാകുമ്പോൾ നമ്മുടെ സമൂഹം വളരെ വലുതാവുകയും വളരെ അഭിവൃദ്ധി പ്രാപിക്കുകയും സമൃദ്ധിയാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും മറക്കാതെ ഓർക്കുക, മദർ ഈസ് ലവ് ഓൺ എർത്ത്. നന്ദി, നമസ്കാരം.